ഹലോ കൂട്ടുകാരെ, നമ്മൾക്ക് ഉത്സവത്തിന് പോയാലോ? പള്ളത്താങ്കുളങ്ങര ദേവിയുടെ താലപ്പൊലി മഹോത്സവമാണിന്ന്. അപ്പം ഞാനും ചേട്ടനും റെഡി ആയിട്ടോ. ഞങ്ങളങ്ങനെ ഉത്സവപ്പാടത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. ഞങ്ങളങ്ങനെ ഉത്സവപ്പാടത്തെത്തി. അപ്പോൾ അവിടെ ഗജവീരന്മാർ അണിനിരന്ന് പഞ്ചവാദ്യങ്ങളോടും താളമേളങ്ങളോടും ചെണ്ട കൊട്ടലോടും കൂടി നല്ല രീതിയിൽ ഉത്സവാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ഭക്തജനങ്ങളുണ്ട്, ഒരുപാട് ജനങ്ങൾ. നല്ല രസമാണ് കാണാനായിട്ട്. കളിപ്പാട്ടങ്ങളും ബലൂണുകളും പിന്നെ ദീപാലങ്കാരങ്ങളും അതിമനോഹരം. ദൈവങ്ങളുടെ രൂപങ്ങളുടെ ആകൃതിയിൽ ദൈവത്തിൻ്റെ വിഘ്നേശ്വരൻ, ദേവി, അങ്ങനെയൊക്കെ സരസ്വതി ദേവി, ഭദ്രകാളി ദേവി, ഇവരുടെയൊക്കെ രൂപത്തിൻ്റെ ആകൃതിയിൽ ദീപാലങ്കാരങ്ങൾ നല്ല വ്യത്യസ്തമായി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സെൽഫിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അല്പം തിരക്ക് കുറവായിരുന്നു. കുറച്ചിങ്ങോട്ട് നീങ്ങിയാണ് ഞങ്ങൾ നിന്നത്. പിന്നെ അമ്പലത്തിൻ്റെ മുൻവശമാണ് കേട്ടോ അത്. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉത്സവത്തിൻ്റെ ഇത് കഴിഞ്ഞ് ദേവിയുടെ തിടമ്പേറ്റിയ ഗജവീരന്മാർ അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. 2 ചേരുവാരങ്ങളാണ്, തെക്കേ ചേരുവാരം, വടക്കേ ചേരുവാരം. ഈ 2 ചേരുവാരങ്ങളാണ് ഇവിടെ ഉത്സവം നടത്തുന്നത്. അപ്പോൾ വടക്കേ ചേരുവാരത്തിൻ്റെയും തെക്കേ ചേരുവാരത്തിൻ്റെയും 3 ഗജവീരന്മാർ വീതം നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കും. അതിൽ ഓരോ ഗജവീരന്മാർക്ക് ദേവിയുടെ തിടമ്പേറ്റാനുള്ള ഭാഗ്യം ലഭിക്കും. അങ്ങനെ എല്ലാ ഗജവീരന്മാരും അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല സൗണ്ടാണ്. ജനങ്ങൾ ആർപ്പ് വിളിച്ചാണ് എതിരേൽക്കുന്നത്. നല്ല രസമാണ് അവിടെ. ശരിക്കും നമ്മൾ സ്വർഗത്തിൽ നിൽക്കുന്ന ഒരു അനുഭൂതിയാണ് കിട്ടുന്നത്. എല്ലാവരുടെ മുഖത്ത് സന്തോഷം. ചേട്ടൻ്റെ നിപ്പ് കണ്ടോ, ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ. ഭദ്രകാളി ദേവിയുടെ ദീപാലങ്കാരം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നീട് ഞങ്ങൾ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് വെടിക്കെട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് വീട്ടിൽ വന്നു നിന്നാൽ വെടിക്കെട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാനും ചേട്ടനും കൂടി തിരികെ പോരുന്നു. പിന്നെ ഈ പ്രാവശ്യം മോളും ഹസ്ബൻഡും ഉണ്ടായിരുന്നില്ല, അവർ ഇവിടെ ഇല്ല. മോള് ഉണ്ടായിരുന്നെങ്കിൽ മൈലാഞ്ചിയൊക്കെ ഇടലും പിന്നെ മുളക് ബജി കഴിക്കലും അത് അവളുടെ ഒരു ഹോബിയാണ്. അവളില്ലാതെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത്. പിന്നെ മോൻ എപ്പോഴും കൂട്ടുകാരുടെ ഒപ്പമാണ്. അവൻ വലുതായതിനു ശേഷം അങ്ങനെയാണ്. ചെറുതിലെ കളിപ്പാട്ടം വാങ്ങാനൊക്കെ ഇരുന്നവന് ഇഷ്ടം. കണ്ടോ, ഞങ്ങൾ വീട്ടിലെത്തി, വെടിക്കെട്ടൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് നിന്ന് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നല്ല രസമാണ് കാണാൻ. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് വെടിക്കെട്ട് ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. അത് തെക്കേ ചേരുവാരത്തിനും ഉണ്ടായിരുന്നു, വടക്കേ ചേരുവാരത്തിനും ഉണ്ടായിരുന്നു. ഇത് നമ്മളുടെ വീടിൻ്റെ പരിസരമാണ് കേട്ടോ. പാടമാണ്. നമ്മളുടെ വീടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് അമ്പലം. എന്നാലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും. നല്ല രസമാണ്. സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. പള്ളത്താങ്കുളങ്ങര താലപ്പൊലി മഹോത്സവം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഉത്സവം.